സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യനിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ക്ലാസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണല്ലോ ഇത്. വിവിധങ്ങളായി ജോലിച്ചിരിക്കുന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഞാൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ മുൻപ് നടന്നു വന്ന ബൈബിൾ ക്ലാസിന്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരു മെസ്സേജ് കിട്ടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് നിങ്ങളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരുത്തേണ്ടത് ആവശ്യമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം തുടക്കത്തിൽ തന്നെ ഞാൻ ആ കാര്യം ഒന്ന് ഓർപ്പിച്ചിട്ട് മുന്നോട്ട് നീങ്ങാം എന്ന് കരുതുന്നു. മുൻപ് നടന്നു വന്ന ഗ്രൂപ്പിൽ നിന്നും കുറെ നാളുകളായിട്ട് ക്ലാസ് നിന്നിരിക്കുകയാണല്ലോ. എനിക്ക് സുഖമില്ലാതായപ്പോഴാണ് ക്ലാസ് സ്റ്റോപ്പ് ആയതെന്ന് നിങ്ങൾക്കറിയാം. അതിനുശേഷം അത് സ്റ്റാർട്ട് ചെയ്തില്ല. അതിന്റെ കാരണങ്ങൾ വേറെയാണ്. നമ്മൾ പുതിയ സ്റ്റഡി തുടങ്ങിയപ്പോൾ അത് അല്പം ബുദ്ധിമുട്ട് നമുക്കുണ്ടാക്കി. അത് കുഴപ്പമൊന്നുമില്ല. അത് കർത്താവിന്റെ വേലയും സുവിശേഷ വേലയില്ലേ. ഞാൻ വേറൊന്നും ചെയ്തില്ലല്ലോ. നമ്മൾ ദൈവജനം പഠിപ്പിക്കുകയല്ലേ ചെയ്തു. പക്ഷെ അതിൽ എന്നെ കുറിച്ച് അല്പം മോശമായ നിലയിൽ മറ്റൊന്നുമല്ല, ഈ ബൈബിൾ സ്റ്റഡി കൊണ്ട് ഞാൻ എന്തൊക്കെയോ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമമോ തട്ടിപ്പോ നടത്താനുള്ള ശ്രമമാണെന്നൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്ത് കണ്ടു. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനിത് പണസമ്പാദനത്തിലുള്ള മാർഗമായി ചെയ്യുന്ന കാര്യമല്ല. ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് പിരിവില്ല, ഈ ക്ലാസ്സിന് ഫീസുമില്ല. അത് മുൻപും ചോദിച്ചുള്ളവർക്കറിയാം. പിന്നെ അത് നിങ്ങളിൽ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നു. ഇപ്പം പാട്ടുപാടിയ ലാലുവിനോട് ഞാൻ പറഞ്ഞു, ലാലു ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ തരാന്നൊക്കെ എന്നോട് പറഞ്ഞു. സാറ് കാശും കൊണ്ട് വന്നാൽ ഞാൻ ഓടിക്കുന്നു. അദ്ദേഹം ഈ സൗണ്ട് സിസ്റ്റം ഒക്കെ ക്ലിയർ ചെയ്ത് ഈ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കുന്നത് 5 പൈസ പ്രതിഫലം വാങ്ങിച്ചുകൊണ്ടല്ല, പണസമ്പാദനത്തിനോ ഒന്നും ചെയ്യുന്ന ശുശ്രൂഷയല്ല. എന്നെ സ്നേഹിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ദൈവജന പഠനം വീണ്ടും പുനരാരംഭിക്കണം എന്നെ നിർബന്ധിച്ചതിന്റെ ആവശ്യകതയിൽ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ. ദൈവം തരുന്ന കൃപയ്ക്ക് ഒത്തുവണ്ണം കർത്താവ് നമ്മെ നടത്തുന്നത് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആവശ്യം വിടാം. നമുക്ക് നമ്മുടെ പഠന വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം എന്ന് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ തിരുവഴുത്തിലെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളെ ഈ പുസ്തകത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഈ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലും ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പ്രധാനമായി ഞാൻ ഓർപ്പിച്ചത്, നമുക്ക് ഈ തിരുവഴുത്ത് നമുക്ക് ഗ്രാഹ്യമായി തീരണം എന്നുണ്ടെങ്കിൽ അതെഴുതിയ ഭാഷ, അതിന്റെ പശ്ചാത്തലം ഒക്കെ നമുക്ക് ബോധ്യമാകുമ്പോഴാണ് ഇതിന്റെ ശരിയായ അർത്ഥതലങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മള് ദൈവം ചോദിച്ചാൽ അടുത്ത ക്ലാസ് നമുക്ക് അല്പം നേരത്തെ തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ ഇന്ത്യൻ ടൈം ഒരു 8:40 ആകുമ്പോൾ തുടങ്ങിയാൽ എല്ലാവരും ഒക്കെ 2 പാട്ട് പാടാനുള്ള ടൈം കിട്ടും. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം നമുക്ക് മാക്സിമം സേവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ആർക്കും അതിൽ ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ കണക്കാക്കുന്നു. ഒരു 10-20 മിനിറ്റ് മുമ്പ് ഒന്ന് കയറുകയാണെങ്കിൽ 2 പാട്ടുമൊക്കെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് കൃത്യം 1 മണിക്കൂർ ദൈവജന പഠനത്തിന് വേണ്ടി എടുക്കാൻ കഴിയും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളതിൽ സഹകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. മുൻപ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിർത്തിയത്, ഈ ഭാഷ, വിശുദ്ധ തിരുവഴുത്തിന്റെ ഭാഷ, അത് എബ്രായ ഭാഷയാണെന്നും 66 പുസ്തകത്തിന്റെയും ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ തിരുവഴുത്ത് മനസ്സിലാക്കേണ്ടതിന് ഒന്നാമതായി ഈ ഭാഷയെക്കുറിച്ചൊരു ഗ്രാഹ്യം. അതിനർത്ഥം നിങ്ങളിപ്പോൾ എല്ലാവരും പോയി ഹീബ്രു പഠിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ആ ഭാഷയുടെ പശ്ചാത്തലത്തിലുള്ളതാകയാൽ നാം ചിന്തിച്ചും പഠിച്ചും ഗ്രഹിച്ചും വന്നിരിക്കുന്ന അർത്ഥതലങ്ങളല്ല പലപ്പോഴും ഉള്ളത് എന്നാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ലാസ്റ്റ് നമ്മൾ 1-2 പേരുകൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു. അതൊക്കെ നമ്മൾ ചിന്തിച്ച അർത്ഥമല്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഉദാഹരണമായി
യാക്കോബ് എന്ന വാക്കിൻ പേരിന്റെ അർത്ഥം ഞാൻ ഓർപ്പിച്ചിരുന്നു. യാക്കോബ് ഉബായി അല്ലെങ്കിൽ ചതിയൻ എന്നൊക്കെ നമ്മൾ ധരിച്ചു വെച്ചെങ്കിലും അർത്ഥം അതല്ല എന്നും, എബ്രായ ഭാഷയിൽ അതിന്റെ അർത്ഥം അതാണ് യാക്കോബ് എന്നും, ഇവൻ കുതികാൽ പിടിക്കുന്നവൻ എന്നുമാണ് അർത്ഥമെന്ന് ഞാൻ ഓർപ്പിച്ചു. അത് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നോങ്ങിയെങ്കിലും പൂർണ്ണമായി ഞാൻ പറഞ്ഞില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകം പഴയ നിയമത്തിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ പുതിയ നിയമത്തിലൂടെ ഞാൻ പെട്ടെന്ന് ഒന്ന് വരികയാണേ. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ദർശനം കാണുമ്പോൾ പറയുന്ന ഒരു വാക്ക്, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു. എന്താണ് അതിന്റെ അർത്ഥം? ഗ്രീക്കില് ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോഴും വന്നത്. പക്ഷേ ഞാൻ നിങ്ങളെ ആ അർത്ഥത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക, ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണിത്? വേറെ ആരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും അരുമ ശിഷ്യനായ യോഹന്നാനും തമ്മിലുള്ള സംഭാഷണമാണ്. ശരിയാണല്ലോ? ഓക്കെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യഹൂദനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ല. അരുമ ശിഷ്യനായ യോഹന്നാൻ യഹൂദനാണെന്ന കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ല. അപ്പൊ രണ്ടുപേരും യഹൂദന്മാരാണെന്ന് മനസ്സിലായി. ഓക്കെ. രണ്ടുപേരുടെ ഭാഷ ഏതാണ്? എബ്രായ ഭാഷയാ. ഗ്രീക്ക് അല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എബ്രായ ഭാഷ തന്നെയാണ്. നിങ്ങൾ നോക്ക്, ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഏകദേശം ഒരു 50 വർഷം കഴിഞ്ഞിട്ടാണല്ലോ കർത്താവ് യോഹന്നാനും തമ്മിൽ കാണുന്നത്. അങ്ങനെ അവർ തമ്മിൽ കാണുമ്പോൾ അവരുടെ മാതൃഭാഷയായ എബ്രായ ഭാഷയെ സംസാരിക്കുമോ, അതൊരു വിജാതീയ ഭാഷയായ ഗ്രീക്കിൽ സംസാരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം ഞാൻ കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു. അവരുടെ മാതൃഭാഷയായ എബ്രായ ഭാഷയെ സംസാരിക്കുമോ, അതൊരു വിജാതീയ ഭാഷയായ ഗ്രീക്കിൽ സംസാരിക്കുമോ? നിങ്ങൾക്കൊരു പക്ഷെ ധാരാളം സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ കാണാൻ. ആ കാലത്ത് ഗ്രീക്ക് അല്ലായിരുന്നോ കോമൺ ലാംഗ്വേജ്? അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അതിപ്പം ഞാൻ ഒരാൾ ശ്രമിച്ചാൽ അന്ന് പെട്ടെന്ന് തിരുത്താൻ ഒക്കെയല്ലേ. എന്നിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് നിന്ന് വരാം. 100% ഉറപ്പാണ് അവർ തമ്മിൽ എബ്രായ ഭാഷയെ തന്നെയാണ് സംസാരിച്ചത്. നമ്മൾ എബ്രായ ഭാഷ എഴുതിയ വെളിപ്പാട് പുസ്തകം കാണാഞ്ഞത് കൊണ്ട് അത് ഗ്രീക്കിലാണ് നമ്മൾ അങ്ങനെ സമർത്ഥിച്ചും ബൈബിൾ അങ്ങനെ പഠിപ്പിച്ചും പോകുന്നത് കൊണ്ട് അതങ്ങനെ തന്നെ നിന്നോട്ടെ, ഞാൻ അത് തിരുത്താനായിട്ട് വരുന്നില്ല. പക്ഷെ അവിടുത്തെ ഒരു കാര്യം പറയാനായിട്ടാണ്. യേശു ക്രിസ്തുവും യോഹന്നാൻ തമ്മിലുള്ള സംഭാഷണത്തിൽ കർത്താവ് പറയാണ്, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ ഏറ്റവും ആദ്യത്തെ അക്ഷരമായ ആൽഫയും ഒടുവിലത്തെ അക്ഷരമായ ഒമേഗയും. അപ്പൊ അതിന് നമ്മൾ അർത്ഥം കൊടുത്തു ആദ്യനും അന്ത്യനും എന്നൊക്കെ അല്ലേ. വാസ്തവത്തിൽ അവർ തമ്മിലുള്ള സംഭാഷണം എന്തായിരുന്നു അറിയാമോ? അതാണ് നമ്മൾ അറിയേണ്ടത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് തൊട്ടുപോയെങ്കിലും വിശദമാക്കാൻ സമയം കിട്ടിയില്ലെന്നാണ് എന്റെ വിശ്വാസം. യഹൂദന്റെ രീതി അനുസരിച്ച് ഒരു കുഞ്ഞ് ജനിച്ചാൽ, ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ ഈ കാര്യം ഓർപ്പിച്ചിട്ടുണ്ട്, ആ കുഞ്ഞിനെ അക്ഷരം പഠിപ്പിക്കുന്ന പ്രക്രിയ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രാധാന്യം നൽകുന്നതാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ അക്ഷരം പഠിപ്പിക്കുന്ന പോലെ അല്ല. മാത്രവുമല്ല, ഒരു കുഞ്ഞ് 6 വയസ്സാകുമ്പോൾ, പ്രായം ശ്രദ്ധിക്കണം, 6 വയസ്സാകുമ്പോഴേക്ക് ലേവ്യ പുസ്തകം മുഴുവൻ കാണാതെ പഠിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ 6ാമത്തെ വയസ്സിൽ അക്ഷരം പോലും ചൊവ്വ പഠിക്കുന്നില്ല. ആ സ്ഥാനത്ത് അവർ കുഞ്ഞുങ്ങളെ ആ പുസ്തകം പഠിപ്പിക്കുന്നു പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ എപ്പോഴാണ് ശിക്ഷണം തുടങ്ങുന്നത്? മാത്രമല്ല, ആ ഭാഷ പഠിപ്പിക്കുമ്പോൾ ഓരോ 22 അക്ഷരവും പഠിപ്പിച്ചു വരുമ്പോൾ ഓരോ അക്ഷരത്തിന്റെയും അർത്ഥങ്ങൾ എന്താണെന്ന് കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കും. അതിൽ ഈ 22 അക്ഷരവും വരുവാനിരിക്കുന്ന വാഗ്ദത്ത മശിഹയെ കുറിച്ചാണെന്നും ആ വാഗ്ദത്ത മശിഹയുടെ 22 സ്വഭാവ സവിശേഷതകളാണ് ഈ 22 അക്ഷരങ്ങളെന്നും ആ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും
ആ കുഞ്ഞിനെ പഠിപ്പിച്ചിരിക്കും. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. അക്ഷരം പഠിപ്പിക്കുമ്പോൾ, 22 അക്ഷരവും പഠിപ്പിക്കുമ്പോൾ ഓരോ അക്ഷരത്തിന്റെ അർത്ഥം എന്താണെന്നും ഈ 22 അക്ഷരവും വരുവാനുള്ള വാഗ്ദത്ത മശിഹയാണ് കാണിക്കുന്നതെന്നും, അതുകൊണ്ട് തന്നെ ഈ 22 അക്ഷരങ്ങളും വരുവാനുള്ള വാഗ്ദത്ത മശിഹയുടെ ആ അത്രയും നിങ്ങൾക്ക് ബോധ്യമായി എന്ന് ഞാൻ കരുതുന്നു. നോക്കൂ, ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പ്രത്യക്ഷനാവുന്ന രംഗത്തിൽ യോഹന്നാനോട് വാഴ്ത്തപ്പെട്ട കർത്താവ് പറയാണ്, യോഹന്നാനെ, എന്താണ് അവർ തമ്മിലുള്ള ആ സംഭാഷണം? ഞാൻ അൽഫയും ഒമേഗയാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നു. എന്നാൽ വാസ്തവത്തിൽ ഈ സംഭാഷണം അങ്ങനെയല്ല. യോഹന്ന അനി അലഫ് വെതാവു എന്നാ പറഞ്ഞത്. യോഹന അനി, ഞാനാകുന്നു. എന്ത്? അലഫ് വെതാവു. അലഫ് മുതൽ താവു വരെയുള്ള നീ പഠിച്ച 22 അക്ഷരവും ആ 22 അക്ഷരത്തിന്റെ അർത്ഥവും ആ 22 സ്വഭാവ സവിശേഷതകളും നീ നന്നേ ചെറുപ്പത്തിൽ പഠിച്ചില്ലേ? പഠിച്ചു. കാറ്റും കോളും ഉണ്ടായി, കപ്പൽ മുങ്ങാറായപ്പോൾ നീ കൂടെ ചേർന്നല്ലേ ചോദിച്ചത്, കാറ്റും കടലും കൂടെ അനുസരിക്കുന്നു, ഇവൻ ആരെന്ന്? എന്നിട്ട് നിനക്കെന്നെ പിടികിട്ടിയില്ലല്ലോ. എന്നാൽ ഇന്ന് ഞാൻ എന്നെ തന്നെ നിന്റെ മുമ്പാകെ വെളിപ്പെടുത്തുന്നു. യോഹന്നാനെ, നീ അലഫ് വെതാവു, അലഫ് മുതൽ താവു വരെ നീ പഠിച്ച 22 സ്വഭാവ സവിശേഷ ഗുണങ്ങളുള്ളവൻ ഞാൻ തന്നെയാണ് യോഹന്നാനെ എന്ന് യോഹന്നാന് പറഞ്ഞു കൊടുത്തതാണ്. സ്തോത്രം. എല്ലാവരും ഈ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത് കൊണ്ട് സജിൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സജിൻ എന്നെ ടച്ച് പോകാൻ വയ്യാത്തോണ്ടിരിക്കും. ആർക്കെങ്കിലും ഒക്കെ സാഹചര്യം അനുവദിക്കുന്നെങ്കിൽ വീഡിയോ ഓൺ ചെയ്തിരുന്നാൽ കുറെ കൂടെ അത് സന്തോഷമാണ്. മാത്രമല്ല, അത് നിങ്ങൾ വചനത്തോട് കാണിക്കുന്ന ഒരു മര്യാദ കൂടാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ വേറൊന്നുമല്ലോ പറയുന്നത്. അപ്പം വചനത്തോട് നിങ്ങൾ പോസിറ്റീവായി പ്രതികരിക്കുന്നത്. എന്നാൽ ചിലർക്ക് ജോലി ചെയ്യുന്നവരും ഡ്യൂട്ടി ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അവരെ അംഗീകരിക്കുന്നു. അവര് വീഡിയോ ഓൺ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ന്യായമായ കാര്യമല്ല. കഴിയുന്നവരാരെങ്കിലും ഉണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇല്ലാത്തവർക്ക് നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് പറയുമ്പോൾ, താങ്ക് യു, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഗ്രീക്കിലെ 22 അക്ഷരമാണെന്നും അതിന്റെ അർത്ഥം ഇന്നതാണെന്നും ഒക്കെ നമ്മൾ അങ്ങനെയാണ് പഠിച്ചതും നമ്മൾ ഗ്രഹിച്ചു. ഞാൻ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്നാൽ ഞാൻ അതിന് ശരിയായ അർത്ഥം ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. കണ്ടോ? എന്നിട്ട് ആ 22 സ്വഭാവ സവിശേഷ ഗുണങ്ങളുള്ള വ്യക്തിയാണ് യോഹന്നാൻ നേരിട്ട് കണ്ടത്. കണ്ട കാഴ്ചയിൽ തന്നെ യോഹന്നാൻ ആത്മവിവശനായി പോയി. കാരണം ഈ 22 സ്വഭാവ സവിശേഷ ഗുണങ്ങളുള്ള, ഇത്രമാത്രം സ്പെഷ്യാലിറ്റീസ് ഉള്ള, ഇത്രമാത്രം സവിശേഷത ഉള്ളവന്റെ മാറിച്ചാരി ഇരിക്കാനായിട്ടാണല്ലോ ഞാൻ ഈ വെപ്രാളം കാണിച്ചതെന്ന് അന്നേരം യോഹന്നാന് മനസ്സിലായി. എല്ലാവരുടെ കൂടി ഇരിക്കുമ്പോ എപ്പോഴാണ് പുള്ളിക്ക് നെഞ്ചത്ത് ചാരി ഇരിക്കണം. അതാണ് യോഹന്നാന്റെ സ്വഭാവം. ശരിയല്ലേ? ഈ നെഞ്ചത്ത് ചാരി ഇരുന്നപ്പോഴും ഇത് ആരാണെന്ന് യോഹന്നാന് പിടികിട്ടിയില്ല. കാരണം ഇപ്പോൾ ക്രൂശിന്റെ ചുവട്ട് വരെ യോഹന്നാൻ ഉണ്ടായിരുന്നിട്ടും കർത്താവിനെ ഉള്ളതുപോലെ കാണാൻ അവസരം കിട്ടിയപ്പോൾ യോഹന്നാൻ ആത്മവിവശനായി പോലും. കാരണം ഒരു മനുഷ്യന്റെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതിനപ്പുറമായി തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ യോഹന്നാൻ കാണുകയാണ്. 7 നിലവിളക്കുടെ നടുവിൽ ഉലാവുന്ന വലം കൈയിൽ 7 നക്ഷത്രം പിടിച്ചുകൊണ്ട്, കണ്ടം, നിലവിളക്കുടെ നടുവിൽ ഉലാവുന്നവൻ, തലമുടി ഇങ്ങനെ പഞ്ഞി പോലെ വെളുത്ത് തന്റെ പുരാതനത്വം വെളിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന കർത്താവ്, മാറത്ത് പൊൻകൊച്ച കെട്ടിയവൻ, കാല് വെള്ളൂടിന് സദൃശമായവനെ യോഹന്നാൻ അവിടെ കാണുകയാണ്. നമ്മൾ പാടുന്നൊരു പഴയ പാട്ടുണ്ടല്ലോ, കാലുകൾ ഉലയിൽ കാച്ചി പഴുപ്പിച്ച നല്ല പിച്ചളയ്ക്കൊത്തതും ചേലോടു മുഖഭാവമാദിത്യൻ
ശക്തിയോട് പ്രകാശിക്കും പോലെയും തലമുടി ധവളപ്പഞ്ഞി പോലെയും ഇരിക്കും ആ ദൈവപുത്രനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. കണ്ടോ, മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂമി രാജാക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ. ഇതൊക്കെ അവിടെ വർണ്ണിക്കുന്ന രംഗങ്ങളാ. എത്ര ശ്രേഷ്ഠമല്ലേ. 7 പൊന്നില വിളക്കുകളുള്ളിൽ നിലയങ്കി ധരിച്ചും 7 നക്ഷത്രം വലം കൈയിലും മാർവിൽ പൊൻകച്ച പൂണ്ടും വായിലിരുമുന വാളും അഗ്നിജ്വാല പോലെ കണ്ണുമുള്ള മാനവ മകനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. മതി, ക്ലാസ് ആയിട്ട് ഒത്തിരി പാട്ട് പാടിപ്പോണേ ശരിയല്ലല്ലോ. സ്തോത്രം. ഞാൻ പറഞ്ഞതാ, ആ കർത്താവിനെ കണ്ടപ്പോൾ പാട്ടുപാടാൻ ലാലും നമ്മൾ ഉണ്ടല്ലോ. അപ്പം ഇടയ്ക്ക് അടുത്ത ആഴ്ച നമുക്ക് 8:40 തുടങ്ങാം. 12 പാട്ട് കേൾക്കുകയും നമ്മുടെ ക്ലാസ്സിന്റെ ടൈം പോകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം. താങ്ക് യു. ഞാൻ പറഞ്ഞത്, യോഹന്നാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കണ്ടപ്പോൾ യോഹന്നാനോട് കർത്താവ് പറയാണ്, യോഹന്നാ, ഹായല്ല ഖ, യോക്. ആ ശബ്ദം കേൾക്കണം. അതാണ് ഹീബ്രുവിന്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ. യോഹന്നാ നീ അലഫ് വെ താവു എന്ന് പറഞ്ഞാൽ അലഫ് മുതൽ താവു വരെ. സ്തോത്രം. എനിക്കിപ്പം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ പുസ്തകത്തിലേക്ക് ഒന്ന് അടുപ്പിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് ഞാൻ അവിടെ വിശേഷിച്ച് നിന്നേ ശരിയല്ല. അലഫ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ യേശുക്രിസ്തു എന്നാണ്. ആ അക്ഷരത്തിന്റെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു, നിങ്ങൾ മറന്നുപോയോ? എബ്രായ ഭാഷയുടെ 22 അക്ഷരത്തിന് പ്രത്യേകം ഞാൻ പറഞ്ഞിരുന്നു. ഓരോ അക്ഷരത്തിനും സർഫസ് ലെവലിൽ 4 അർത്ഥങ്ങളും ഡീപ്പർ ലെവലിൽ 70 അർത്ഥങ്ങളുമുണ്ട്. സർഫസ് ലെവലിൽ 4 അർത്ഥങ്ങൾ. അതെന്തിനാ 4 അർത്ഥം വന്നത്? സ്തോത്രം. ഡീപ്പർ ലെവലിൽ 70 അർത്ഥങ്ങളുണ്ട്. നമ്മള് ഭൂമിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഭൂമിക്ക് എത്ര ദിക്കാണ്? 4 ദിക്കാണ്, കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും. അതെന്താ? അങ്ങനെ നോക്കിയാലേ ഭൂമിയെ ഉള്ളതുപോലെ അറിയാൻ ഒക്കൂ. സുവിശേഷം എത്രണ്ണ ഉള്ളത്? സുവിശേഷങ്ങൾ 4 എണ്ണം. അതെന്താ? ആ 4 വ്യൂവും കൂടെ വരുമ്പോഴേ സുവിശേഷം ഉള്ളതുപോലെ അറിയാൻ പറ്റൂ. ഒരു കാര്യത്തിന് ശരിയായ വ്യൂ കിട്ടാൻ ആ 4 പെർസ്പെക്റ്റീവിൽ കിട്ടുമ്പോഴാണ് അതിന്റെ ശരിയായ അർത്ഥം പിടികിട്ടുക. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ ഓരോ അക്ഷരത്തിന് തന്നെ അതിന്റെ സർഫസ് ലെവലിൽ 4 അർത്ഥങ്ങളും ഡീപ്പർ ലെവലിൽ 70 അർത്ഥങ്ങളും ഉണ്ട്. നെക്കൂസും കൂടെ ചേർത്ത് വരുമ്പോൾ, കുത്തും കോമായും ചെറിയ വരയും ഡോട്ടും ഒക്കെ ഇടുമ്പോഴാണ് അർത്ഥങ്ങൾ മാറിപ്പോകുന്നത്. അതുകൊണ്ടാണ് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോന്ന് പറഞ്ഞത്. അല്ലാതെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നാൽ കറക്റ്റ് ചെയ്യുന്നല്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പറഞ്ഞ പുസ്തകത്തോടൊന്നും കൂട്ടി ചേർക്കരുത്, അവിടൊന്നും വരയ്ക്കുക പോലും ചെയ്യരുത്. അങ്ങനല്ല എന്നർത്ഥം. ഈ കുത്തും കോമായും ഡോട്ടും വരയൊക്കെയാണ് ഭാഷയുടെ അർത്ഥത്തെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചത് മാത്രം. 22 അക്ഷരങ്ങളും യേശു ക്രിസ്തുവിന്റെ 22 സ്വഭാവ സവിശേഷതകൾ. കണ്ടോ? അലഫിൽ അവിടെ തുടങ്ങി താവുൽ അവസാനിക്കുക. താവു എന്ന് പറയുമ്പോൾ പണ്ട് പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ, അധികം വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ ഒപ്പിടുന്ന് ഓർക്കുന്നുണ്ടോ? ഒരു വട്ടം വരച്ചിട്ട് അതിനകത്ത് ഒരു കുരിശിടുന്നേ. സ്വോത്രം. അവരെന്തുദ്ദേശിച്ചാണെങ്കിലും ഞാൻ വിചാരിക്കുന്ന ദൈവമൊക്കെ അവർക്ക് കൊടുത്തൊരു ജ്ഞാനമായിരിക്കും ചിന്തിക്കുക. ആ താവൂന്റെ അടയാളം അങ്ങനെയാണ് കൊടുക്കുന്നത്, കുരിശു പോലെ. സ്വോത്രം. ഞാനിപ്പം പറഞ്ഞപ്പോ നിങ്ങൾ ഈ ആദ്യത്തെ അക്ഷരവും ഒടുവിലത്തെ അക്ഷരങ്ങളൊന്ന് കണക്ട് ചെയ്തേ. ഒടുവിലത്തെ അക്ഷരം ക്രൂശ് പോലെ. അലഫ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ യേശു ക്രിസ്തു എന്നാ. അങ്ങനെയാണെങ്കിൽ ഈ അക്ഷരങ്ങൾ തമ്മിൽ നിന്ന് കണക്ട് ചെയ്തേ. ഒരു മാലയിലെ എന്താ പറയാ കണ്ണികൾ പോലെ നടിപ്പിച്ചാൽ ഇപ്പൊ പിടികിട്ടുന്നുണ്ടോ? യോഹന്നാനോട് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ അലഫ് മുതൽ താവു വരെയാകുന്നു എന്നല്ല, ആൽഫയോ ഒമേഗയോ എന്നല്ല. സ്തോത്രം. നമ്മുടെ പഠനം മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഞാൻ ഇന്ന് എടുക്കാണ്ട് കുറേയേറെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ പോകാൻ സമയമില്ല. ഞാൻ എന്തിനാ ഇടയ്ക്ക് വരുന്ന ഓർമ്മ ചോദിച്ചാൽ, നമ്മുടെ പരിഭാഷകളിൽ ഏകദേശം 5856 മിസ്റ്റേക്കുകളല്ല, തെറ്റല്ല, എറേഴ്സ് ഉണ്ടായിട്ടുണ്ട്.
ഇറേഴ്സ്. രണ്ടും അർത്ഥവ്യത്യാസമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, തെറ്റെന്ന് പറയാൻ നോക്കിയില്ല. ആശയക്കുഴപ്പങ്ങൾ, ആശയ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ശരിയായ അർത്ഥത്തിൽ നിന്നും അതിന്റെ അർത്ഥം ചോർന്നു പോകുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ അങ്ങനെ സംഭവിച്ചതിൽ ഒന്നാണിത്. മനസ്സിലായല്ലോ? ഈ ഒരുമാതിരിപ്പെട്ട ഭാഷ, ഇപ്പൊ ഗ്രീക്ക് പോലും ആൽഫ എന്നും ബീറ്റ എന്നും ഒക്കെ വന്നു തന്നെ നമ്മുടെ എബ്രായ ഭാഷ ഉണ്ടായി വന്നത്. എബ്രായ ഭാഷ വന്ന ശേഷം എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഗ്രീക്ക് ഭാഷ ഉണ്ടാകുന്നത് തന്നെ. സ്തോത്രം. നമ്മുടെ ഭാഷയ്ക്കകത്തും അതിനെല്ലാം ഉണ്ടാകുന്നത്. സ്തോത്രം. നിങ്ങൾക്ക് ബോധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുന്നോട്ട് നീങ്ങുക. അപ്പൊ 22 സ്വഭാവ സവിശേഷത. ഞാൻ മുന്നോട്ട് നീങ്ങുക. നമ്മൾ അങ്ങനെ പ്രയോഗിച്ചു വന്ന, ഓക്കെ, ഒരു 10-15 മിനിറ്റ് ഉണ്ടല്ലോ. നമ്മൾ അങ്ങനെ പ്രയോഗിച്ചു വന്ന് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന 1-2 കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങാമേ. നമുക്കറിയാം, ഇതിൽ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും പരിചിതമായ ചില പദങ്ങളാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം വേണം നമുക്ക് പുസ്തകത്തിലേക്ക് ഒന്ന് കയറാൻ. ഇപ്പോഴേ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ പറഞ്ഞ കാര്യം വെച്ചാൽ ഇതുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന അർത്ഥങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇതൊക്കെ പറയുന്നത്. ഓക്കെ, ഞാൻ വളരെ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ കൂടെ ഒന്നുകൂടെ നന്നായിട്ട് ഞാൻ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്താണ് ഇരിക്കുന്നത്. കാരണം വേറെ ട്രാക്കുകളൊന്നും പോകാതെ ഇതുവഴി തന്നെ നമുക്കൊന്ന് കൊണ്ടുപോകണം, എങ്കിലും നോക്കൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു മിനിറ്റ് ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മൾ സാധാരണ കേട്ട് തഴമ്പിച്ചുള്ള വേറെ 1-2 പദം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. അത് വേറൊന്നല്ല, സഭ, ചർച്ച് എന്ന ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചിട്ടുള്ള സഭ എന്നുള്ളതിന്റെ ഗ്രീക്കിലെ പ്രയോഗം എക്ലീഷ്യ എന്നാണല്ലേ. വാസ്തവത്തിൽ നമ്മുടെ തിയോളജിയൻസ് എന്ന് പറയാം. കാരണം നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം എന്നറിയാമോ? ദൈവവചനം പഠിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയ ദൈവശാസ്ത്രത്തിന്റെ പുറകെ പോകുന്ന രീതി നമ്മുടെ ഇടയിൽ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ മുൻപൊക്കെ അപ്പച്ചന്മാരുടെയൊക്കെ കാലത്ത് ദൈവവചനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വേദപുസ്തകം തുറന്ന് ഓരോ ഭാഗം വായിച്ച് അതിന്റെ പൊരുൾ തിരിച്ചു കൊടുക്കുന്ന ശുശ്രൂഷയാണ് മുമ്പത്തെ ബൈബിൾ കോളേജിൽ ചെയ്തുകൊണ്ടിരുന്നത്. ബൈബിൾ സ്കൂളിൽ നിന്ന് മാത്രം ഉണ്ടായിരുന്ന വേദപാഠശാല. എന്നാൽ പിന്നീട് മുന്നോട്ട് വന്നപ്പോൾ വചനത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു, മറ്റ് സബ്ജക്റ്റുകളുടെ എണ്ണം കൂടി. ബൈബിളൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം, തിരുവെഴുത്തിന്റെ പഠനത്തിന്റെ സമയം വളരെ കുറവാണ്. മറ്റ് ഈവൻ ചർച്ച് ഗ്രോത്തിനെ കുറിച്ച് പോലും പഠിപ്പിക്കുന്ന ICSC പ്രൊഡൻഷ്യൽക്കാരൊക്കെ ചെയ്യുന്നത് പോലെ ചർച്ച് ഗ്രോത്തിന് സഭ എങ്ങനെ വളർത്താം, വാട്ട് ആർ ദ ടെക്നിക്സ്, അങ്ങനെ ചർച്ച് ഗ്രോത്ത് ഒക്കെ പഠിച്ചു ചെയ്തു വളർത്തിയെടുത്തുകൊണ്ട് വരുന്ന ഒരു സംഗതിയാണോ പ്രിയത്? ഒരു ദൈവസഭ വളർത്തിയെടുക്കാൻ അഭിഷിക്തന്മാർ അനുഭവിച്ച കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണെന്നും അവരവലംബിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പിന്തുടർന്ന് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞേ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. മറിച്ച് സഭ വളർച്ചയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് കുറുക്കുവഴിയൊന്നുമില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സഭാ വളർച്ചയുടെ പിന്നിൽ പരിശുദ്ധാത്മ വാഴ്ത്തപ്പെട്ട കർത്താവുമാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ടെക്നിക്സ് കൊണ്ടൊന്നും സഭ വളർത്തിയെടുക്കാൻ ഒക്കത്തില്ല. പ്രസ്ഥാനം വളർത്താൻ പറ്റും, ആളെ കൂട്ടാനും പറ്റും. ശ്രദ്ധിക്കണം, ഞാൻ അതൊന്നും ചർച്ചയായിട്ട് കണ്ടുകൊണ്ടല്ല പറഞ്ഞേ. പ്രസ്ഥാനം ഉണ്ടാക്കാനോ ആളെ കൂട്ടാനോ ഒക്കെ പറ്റും. പക്ഷേ സഭ വളരണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവും പരിശുദ്ധാത്മാവ് പകർന്നു നൽകിയ കൃപാവരങ്ങളുടെ എന്താ പറയുക നിറവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് സഭയ്ക്ക് വളർച്ചയുണ്ടാകുന്നത്. സ്തോത്രം. അതൊരിക്കലും എക്ലീഷ്യ അല്ല. എക്ലീഷ്യ എന്ന പദം എവിടെ ഉപയോഗിക്കുന്നതെന്ന് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഒരു കാര്യം ഒന്ന് റിസർച്ച് ചെയ്ത് പഠിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. അതുപോലെ മീഡിയ നെറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ പദത്തിന്റെ ഉത്ഭവം എവിടാണെന്ന് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് ഒരു കാര്യം പിടികിട്ടും, ഈ പദം ഉപയോഗിച്ചത് ഇവിടെ എങ്ങും അല്ല. പിന്നെയോ
ഗ്രീക്കിലെ രാജാവിന്റെ രാജസദസ്സിലെ രാജാവും തന്റെ പ്രജകളും കൂടുന്ന സമ്മേളനത്തിന് പറഞ്ഞ പേരാണ് എക്ലീഷ്യ എന്ന് ഉപയോഗിച്ചിട്ട് അടുക്കിട്ട് കാണാം. ആ രാജാവിന്റെ രാജസദസ്സല്ല ദൈവസഭ. രാജാവിന്റെ രാജസദസ്സിൽ വീഞ്ഞു കുടിക്കാം, മദ്യം കഴിക്കാം, കുഴപ്പമില്ല. അവിടെ ചർച്ചകൾ ഉണ്ടാകാം, വിനോദങ്ങൾ ഉണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയ സംഭാഷണങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ രാജസദസ്സിലുണ്ടാകാം. ഇതൊന്നും ദൈവസഭയ്ക്കകത്തില്ല. ദൈവസഭ എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ പ്രമാണത്തിൽ കൂടി വരുന്നവരെ വിളിച്ച് ചേർത്ത് ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്നു. അവർക്ക് ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്തോത്രം. ഞാൻ ട്രാക്ക് വിട്ടുപോലെ അത്രയൊന്നും പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങ് പറയുക, നമ്മുടെ ഇടയിൽ ഇന്നിപ്പോൾ കേൾക്കാൻ ഇല്ലാത്തതും രണ്ടാമത് പറയാൻ പാടില്ലാത്തതുമായ ഒരൊറ്റ ഉപദേശം ഉണ്ടെങ്കിൽ വേർപാടെന്നുള്ളതാണ്. നമ്മൾ സ്വയം ഒന്ന് വിചിന്തനം ചെയ്തിട്ട് പറയൂ, നമ്മുടെ സഭകളിൽ വേർപാടിനെ കുറിച്ചുള്ള സന്ദേശം കേട്ടിട്ട് നാളെത്രയായി? വേർപാടിന്റെ സന്ദേശം ഏതു വേദിയിലാണ് കേൾക്കാനുള്ളത്? ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നുമില്ല എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ സമസ്ത മേഖലയിൽ ഒരു വേർപാട് വേണം എന്ന് പറയാൻ വേർപാടിന്റെ സന്ദേശം കേട്ടിട്ട് നാളെത്രയായി? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ മറ്റേത് പുസ്തകം എടുത്തു മാറ്റിയാലും ലേവ്യ പുസ്തകം എന്ന പുസ്തകം വൈഖ്ര, ആ പുസ്തകം അവന് മാറ്റാൻ നോക്കിയല്ല, അവന്റെ പ്രമാണമാണത്. ആ ലേവ്യ പുസ്തകം പഠിക്കുമ്പോൾ ഒരു യഹൂദൻ ജീവിതത്തിൽ പാലിക്കേണ്ട, ഒരു ദൈവ ജീവിതത്തിൽ പാലിക്കേണ്ട വിശുദ്ധിയുടെ 5 മണ്ഡലങ്ങളുണ്ട്. ഒന്ന്, അവന്റെ ഹൃദയം വിശുദ്ധമായിരിക്കണം. 2, അവന്റെ ശരീരം വിശുദ്ധമായിരിക്കണം. 3, അവന്റെ ഭക്ഷണം വിശുദ്ധമായിരിക്കണം. 4, അവന്റെ വസ്ത്രം വിശുദ്ധമായിരിക്കണം. 5, അവന്റെ പരിസരം വിശുദ്ധമായിരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം. 1, ഒരുവന്റെ ഹൃദയം വിശുദ്ധമായിരിക്കണം. 2, ശരീരം വിശുദ്ധമായിരിക്കണം. 3, ഭക്ഷണം വിശുദ്ധമായിരിക്കണം. 4, വസ്ത്രം വിശുദ്ധമായിരിക്കണം. 5, പരിസരം വിശുദ്ധമായിരിക്കണം. ജീവിതത്തിന്റെ ഈ 5 മേഖലകളും വിശുദ്ധമായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് തെസ്സലോനിക്ക ലേഖനം എഴുതിയപ്പോൾ 5-ാം അധ്യായത്തിന്റെ 23-ാമത് വാക്യത്തിൽ നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും ആ ശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. എവിടെയൊക്കെയാ? ദേഹം, ദേഹി, ആത്മാവ്. കണ്ടോ? ഞാൻ എക്ലീഷ്യ പറഞ്ഞപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. ഞാൻ വിഷയം വിട്ടുപോകല്ല. എങ്കിലും എക്ലീഷ്യക്ക് പ്രാധാന്യം കൊടുക്കാതെ ഇതിനല്പം ഞാൻ പ്രാധാന്യം കൊടുത്തങ്ങ് പറയുക. എക്ലീഷ്യയുടെ പുറകെ പോകണ്ടാന്ന് തോന്നി, അത്രേ ഉള്ളൂ. സ്തോത്രം. കണ്ടോ? നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അനന്യമായിരിക്കണം. കണ്ടോ? ഏതൊക്കെ? ദേഹവും ദേഹിയും ആത്മാവും. ചിലര് പറയുന്നത് പുറമേ ഉള്ള ദൈവത്തിന്റെ വിഷയമല്ല, ഹൃദയം ദൈവം നോക്കുന്നു. ശരിയാ, അതിൻ്റെ അർത്ഥം ദേഹം വിഷയമല്ലെന്നാണോ? അല്ലല്ലോ. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യം, നിങ്ങളുടെ ശരീരങ്ങളെ കണ്ടോ ജീവനും വിശുദ്ധിയും അതിലുപരി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പൊ ഒരു കാര്യം പിടികിട്ടി, ദേഹം, ദേഹി, ആത്മാവ് 3 മണ്ഡലങ്ങളും വിശുദ്ധമായിരിക്കണം. വേർപാട് പാലിക്കേണ്ട മേഖലകളാണ് ഞാൻ പറഞ്ഞത്. ഹൃദയത്തിന് വേർപാട്, വിശുദ്ധി. ശരീരത്തിന്, ഭക്ഷണത്തിന്. സ്തോത്രം. ഭക്ഷണത്തിലും വേർപാട് പാലിക്കണം. പിന്നെ സ്തോത്രം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാൻ കുഴിക്കാലിയ. ഇപ്പൊ പാലക്കാടാണെങ്കിലും എന്താവശ്യമേ
വളരെ ദൂരെയല്ല താമസിച്ച ശ്രേഷ്ഠനായ ദേവദാസനാണ് സാധു കൊച്ചുകുഞ്ഞു ഉദ്ദേശി. ഞാൻ അദ്ദേഹത്തിന്റെ കാര്യം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ വിശ്വാസം, അദ്ദേഹം ദിവസങ്ങളോളം പട്ടിണി ഇരുന്നതിന് ശേഷം തന്നെ ഒരു യോഗത്തിന് ഒരു വീട്ടിൽ വിളിച്ചു. ആ യോഗത്തിൽ അദ്ദേഹം ദൈവജനം പ്രസംഗിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ തന്നെ വിളിച്ചു. ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ നല്ല ചൂട് ആഹാരം എല്ലാം ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് കഴിക്കാൻ ഇരുന്നപ്പോഴത്തേന് ആ വീട്ടിലെ കൊച്ചമ്മ ഈ വെച്ച ഭക്ഷണത്തിന്റെ എല്ലാം അടപ്പ് മൂടി അങ്ങ് പൊക്കിയപ്പോൾ നല്ല ചൂടും ആവിയും ചോറിന്റെയും കറിയുടെ എല്ലാം പൊങ്ങിയപ്പം നല്ല മീൻകറിയുടെയും മോരിന്റെ ഒക്കെ മണം വന്നപ്പോ കൊച്ചുവിദേശ അറിയാതെ ആ സ്മെല്ല് ഇങ്ങനൊന്ന് വെച്ചു. ഉടനെ പരിശുദ്ധാത്മാവ് തന്നോട് ഇടപെട്ടു. ദിവസങ്ങളോളം പട്ടിണി ഇരുന്നേച്ച് വരുന്ന വരവാണെന്ന് ആലോചിച്ച് നോക്കണം. നമ്മളാണെങ്കിൽ രണ്ടു കൈ ഉയർത്തി എന്റെ കാര്യമാണ് പറഞ്ഞത്, കർത്താവെ നൽകിയ ആഹാരത്തിനായി സ്തോത്രം, ശുശ്രൂഷ കരങ്ങളെ അനുഗ്രഹിക്കണമേ, മുഴുവനും ഭക്ഷിച്ച് ബലപ്പെടുവാൻ സഹായിക്കണമെന്ന് പറഞ്ഞേച്ച് പെട്ടെന്ന് അലച്ചു വീണേൻ. പക്ഷേ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് തന്നോട് ഇടപെട്ടപ്പോൾ അദ്ദേഹം ആ വീട്ടിലെ കൊച്ചിമോട് പറഞ്ഞു, മാമ ഒരു പ്ലേറ്റ് തരാമോ? എന്തിനാ ഉദ്ദേശിച്ച്? ഒരു പ്ലേറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. വിശപ്പതി കാഠിന്യമായി ഇരുന്നിട്ടും വേറൊരു പ്ലേറ്റ് വാങ്ങിച്ച് അല്പം ചോറും അല്പം മോരും തോരനും മീൻ്റെ ഒരു ചാറും മാത്രം എടുത്ത് സ്തോത്രം ചെയ്ത് ഭക്ഷിച്ചിട്ട് എഴുന്നേറ്റ് പോയി. അതെന്താ? ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതിനോട് നോ പറയാൻ കഴിയുന്നതിന്റെ പേരാണ് വിശുദ്ധി, വേർപാട്, അതിനുമേൽ ജയം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളതിനോടും ഏറ്റവും അധികം ആവശ്യമെന്ന് തോന്നുന്നതിനോടും നോ പറയാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇഷ്ടമുള്ളവനോട് നോ പറയാൻ പറ്റുമോ? അവിടെയല്ലേ നമ്മൾ ജയിക്കുന്നത്. സ്തോത്രം. ഞാൻ എക്സാമ്പിൾ അറ്റാക്കാരും പറഞ്ഞതുള്ളൂ. ഞാൻ എക്ലീഷ്യ പറഞ്ഞ് വേറെ വഴിക്ക് പോയി നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ പറയരുത്. എക്ലീഷ്യ എന്ന് പറഞ്ഞാൽ ഗ്രീസിലെ രാജസദസ്സാണെന്ന് മാത്രം ഓർത്താൽ മതി. എന്നാൽ ദൈവസഭ അങ്ങനെയല്ല. വിശുദ്ധിയുടെ പ്രമാണത്തിൽ കൂടി വരുന്നവരെ വിളിച്ച് വേർതിരിച്ചവരുടെ കൂട്ടമാണ് ദൈവസഭ. സഭ അവിയൽ രൂപമല്ലെന്നർത്ഥം. ചർച്ച് ഇസ് നോട്ട് എ ക്ലബ്. മനസ്സിലായോ? ചർച്ച് ഇസ് നോട്ട് എ ബിൽഡിംഗ്. ചർച്ച് ഇസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ. മുൻപ് ഞാൻ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ക്ലബാണെങ്കിൽ എപ്പം വേണേലും വരാം, എപ്പം വേണേലും പോകാം, അവിടെ എന്തും നടക്കും. പക്ഷെ സഭ അതല്ല. പിന്നെയോ വിശുദ്ധിയുടെ പ്രമാണത്തിൽ വിളിച്ചു വേർതിരിച്ചവരുടെ കൂട്ടമാണ്. സ്തോത്രം. ഒരു കാലത്ത് വേർപെട്ട ദൈവമക്കളുടെ അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭകളുടെ ഒക്കെ മുഖമുദ്ര തന്നെ വിശുദ്ധിയും വേർപാടുമായിരുന്നല്ലോ. നമ്മുടെ ഇന്നത്തെ ദൈവസഭകൾ വന്ന് ഏതാണ്ട് ലോകത്തിന്റെ മറ്റൊരു വേർഷനായി മാറിക്കഴിഞ്ഞു. ചർച്ച് became another version of the world. ലോകത്തിന്റെ മറ്റൊരു വേർഷനായി സഭ മാറുന്നു എന്ന് സംശയം. ഒരു കാലത്ത് വേണ്ട എന്ന് പറഞ്ഞ്, നോ എന്ന് പറഞ്ഞ് പുറത്തു നിർത്തിയതെല്ലാം അകത്ത് വന്ന് കയറി. ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ ആ സിസ്റ്റം എല്ലാം നമ്മുടെ ഇടയിലും വന്നു കയറി. ഒരു കാലത്ത് പാടില്ല എന്ന് പറഞ്ഞതെല്ലാം കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് മാറി. സ്തോത്രം. എന്തു പറഞ്ഞാലും അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല, അതൊന്നും വിഷയമുള്ള കാര്യമില്ല. എന്നാ വിഷയമുള്ള രണ്ടെണ്ണം പറ, ഒന്നും വിഷയമില്ല. അങ്ങനത്തെ ഒരു സ്റ്റൈലിലേക്ക് ദൈവസഭ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് സംസാരിച്ചപ്പോഴും പറഞ്ഞു, കർത്താവ് വരുന്നത് സഭയെ ചേർക്കാനാണ്. നമുക്കറിയാം സഭയുടെ പ്രത്യേക വരുമ്പോൾ നമ്മൾ പറയും കന്യകയായ മണവാട്ടിയെ ചേർക്കാൻ കർത്താവ് വരുന്നു. യാതൊരു സംശയവും ഇല്ലേ? എനിക്ക് അത്ര വിശ്വാസം പോരാ, ഞാനത് വിശ്വസിക്കുന്നുമില്ല. കന്യകയായിട്ടുള്ളൊരു മണവാട്ടിയെ ചേർക്കാനായിട്ടല്ല കർത്താവ് വരുന്നത്. അല്ലെന്ന് നിങ്ങളോട് വഴക്കുണ്ടാക്കണം, ബാക്കി ഞാൻ പറയാം. കന്യകയായിട്ടുള്ളൊരു മണവാട്ടിയെ ചേർക്കാനല്ല കർത്താവ് വരുന്നത്, മറിച്ച് നിർമ്മല കന്യകയായ മണവാട്ടിയെ ചേർക്കാൻ. ആ പദം വിടരുത്. നിർമ്മല കന്യകയായ മണവാട്ടിയെ ചേർക്കാൻ കർത്താവ് വരുന്നു. അതെന്താ? കന്യകമാരെല്ലാം നിർമ്മലരായിരിക്കണമെന്നില്ല, അത് തന്നെ കാരണം. സ്തോത്രം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ട്.
കന്യകമാരെല്ലാം നിർമ്മലരായിരിക്കണമെന്നില്ല. ഇതൊന്നും ഞാൻ ഉപയോഗിച്ച പ്രയോഗമല്ല, പൗലോസ് ഉപയോഗിക്കുന്നതാ. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷൻ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പിശാച് മുമ്പ് നമ്മുടെ അമ്മച്ചിയെ കബളിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം വാഴ്ത്തപ്പെട്ട വീണ്ടെടുത്ത പ്രാണൻ തന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ കണ്ടോ. ഏകാഗ്രത പോയാൽ കൂടെ പോണ ഒരു സാധനത്തിന്റെ പേരാണ് നിർമ്മലത. അങ്ങനെ ഒരു ലതയുണ്ട്, നിർമ്മലത. സ്തോത്രം. കണ്ടോ, അങ്ങനെ പോകരുതെന്ന. സ്തോത്രം. സമയം മുന്നോട്ട് നീങ്ങുന്നു, ഞാൻ അവസാനിപ്പിക്കാം. ഞാനിതെല്ലാം ഒന്ന് അടുപ്പിച്ചിട്ട് വേണം എനിക്ക് എന്റെ വിഷയത്തിലേക്ക് ഒന്ന് കയറാൻ. മറക്കരുത് പ്രിയമുള്ളവരെ, ഞാൻ ഈ ക്ലാസ് കൊണ്ട് അർത്ഥമാക്കുന്നത് വേറെ ഒന്നുമല്ല കുറെ പോയിന്റ് പറഞ്ഞു തരാനായിട്ടോ അല്ലെങ്കിൽ കുറച്ച് പുതിയ ഇൻഫർമേഷൻ തന്നിട്ട് നല്ല ക്ലാസ് ആണെന്ന് കേൾപ്പിക്കാനോ ഇതിനൊന്നിനുമല്ല. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യത ദയവായത് നഷ്ടപ്പെട്ടു പോകരുത്. നമുക്കെന്ന് കേൾക്കാനില്ലാത്തതും, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചർച്ച് ബിക്കം ആൻ അനദർ വേർഷൻ ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ മറ്റൊരു പതിപ്പായി നമ്മൾ കേൾക്കുന്ന സന്ദേശങ്ങൾ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് പകരം ലോകത്തോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്ന സന്ദേശങ്ങളല്ലേ നാം കേൾക്കുന്നത്. പ്രവാചകന്മാർ വന്ന് പറഞ്ഞാലും മറ്റു പ്രസംഗകർ പറഞ്ഞാലും ലോകത്തേക്ക് അടുപ്പിക്കുന്നതും ലോകത്തിലേക്ക് കണ്ണുപായേണ്ടതുമായ സന്ദേശങ്ങളല്ലേ നമ്മൾ കേൾക്കുന്നത്. സ്തോത്രം. എന്തൊക്കെയോ നമുക്ക് കിട്ടാൻ പോവുകയാണെന്നും എന്തൊക്കെയോ ലഭിക്കാൻ പോവുകയാണെന്നും ഒക്കെ ദൈവം നിന്നെ മാനിക്കാൻ പോവുക. ഞാൻ ചോദിച്ചോട്ടെ, മാനിച്ചില്ലല്ലോ കുഴപ്പം? നിങ്ങൾ കൃപ നിട്ടേച്ചു പോവോ? കർത്താവ് നിന്നെ ഉയർത്താൻ പോവുക. ഞാൻ ചോദിക്കുന്നു, ഉയർത്തിയില്ലെങ്കിൽ എന്താ കുഴപ്പം? നിങ്ങൾക്ക് നിത്യത വേണ്ടേ? എന്നെ ചോദിക്കാൻ പ്രേരിപ്പിച്ച കാര്യം വേറൊന്നുമല്ല. ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യം നമ്മുടെ കർത്താവിന് കിട്ടിയില്ല, പിന്നെ കർത്താവിന് കിട്ടാത്തതാണോ നമുക്ക് വേണ്ടേ? ആരാ കർത്താവിനെ മാനിച്ചത്? തന്നെ പോലെ നിന്നതിനും അപമാനിതനുമായി തീർന്ന ഒരു വ്യക്തി ഉലകത്തിലുണ്ടോ പ്രിയരെ? നമ്മളെ കൊണ്ട് പണ്ടൊക്കെ പാടുവാൻ നാഥനും മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്ക് എന്തിനാ എന്നൊക്കെ പാടിയേച്ച് ഒരു നോട്ടീസ് അടിക്കുമ്പോൾ നമ്മുടെ പേര് മുമ്പിൽ കണ്ടില്ലെങ്കിൽ വിവരം അറിയാം. പാട്ടൊക്കെ നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് പാടും. നാഥനോ മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്ക് എന്തിനാന്ന് പാടും. ഒരു കൺവെൻഷൻ വെച്ചപ്പോ ആ കൺവെൻഷനകത്ത് പേരെഴുതിയപ്പോ നമ്മുടെ പേര് മാത്രം ചെറുതായിപ്പോയി, മറ്റുള്ള പേര് വലുതുമായി. അപ്പൊ കാണാം ഈ പാട്ടുമായിട്ട് വല്ല ബന്ധമുണ്ടോ. സ്തോത്രം. അതിനർത്ഥം ഇവിടെ നമ്മളെ മാനിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയെന്നോ ആദരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയെന്നോ സ്ഥിതിക്കൊക്കെ വ്യത്യാസം പറ്റിയൊരു ഉയർച്ചയൊന്നും ദൈവം തരികയെന്നൊന്നും ഞാൻ തെറ്റിദ്ധരിച്ചൊന്നും ഞാൻ പറഞ്ഞതല്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ, നമ്മുടെ ഗോൾ അതല്ലല്ലോ, നമ്മുടെ ഡെസ്റ്റിനേഷൻ അതല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞോളൂ. ദൈവം തരുവാണെങ്കിൽ സന്തോഷത്തോടെ വാങ്ങിക്കണം, ഒരു എതിരും പറയണ്ട, ഒന്നും വേണ്ട. പക്ഷെ അതിനുവേണ്ടി നമ്മൾ വേറെ വളച്ചുകെട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സ്തോത്രം. എന്റെ വാക്കുകൾക്ക് വിരാൻ കൊടുക്കുന്ന സമയം ഒത്തിരി മുന്നോട്ട് നീങ്ങുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ദൈവസഭ എന്ന് പറഞ്ഞാൽ വിശുദ്ധിക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം ജനമാണ്. ദയവായി മനസ്സിലാക്കുക, വേർപാട് ദൈവത്തിൽ വരും ദിവസങ്ങളിൽ എനിക്ക് വേർപാടൊക്കെ ഒന്ന് വിശദമായിട്ട് പറയണമെന്നുണ്ട്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ വേർപാടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നതിൽ എപ്പോഴും വെള്ളം മാത്രം ഇട്ടുകൊണ്ട് അതൊന്നുമല്ല ഞാൻ വേർപാടെന്ന് ഉദ്ദേശിച്ചത്. ദൈവം വെച്ചാൽ നമുക്കത് ഒരുമിച്ച് ചിന്തിക്കാം. അടുത്ത ആഴ്ച നിശ്ചയമായും 8:40 ക്ലാസ് തുടങ്ങും. ദയവായി നിങ്ങളെല്ലാവരും ആ സമയത്ത് ജോയിൻ ചെയ്യണേ. നിങ്ങൾക്ക് ലിങ്ക് ഒക്കെ അയച്ചു തരുമ്പോൾ അടുത്ത ടൈമോട് ഞാൻ തുടർന്ന് മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ 8:40 ഗാനശുശ്രൂഷ തുടങ്ങൽ കൃത്യം 9 മണിക്ക് തന്നെ നമ്മുടെ ദൈവജന പഠനം ആരംഭിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ക്ലാസ് ഇതൊരു അല്പ ടൈം നമുക്ക് കുറഞ്ഞു പോയി, കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താനും സന്തോഷിക്കാനും ഒക്കെ ദൈവം അവസരം തന്നല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.